praise God for this another time the Lord has given to us to be in His presence for the study of His Word. ദൈവവചനം പഠിക്കുവാനായിട്ട് ഒരു അവസരം കൂടി ദൈവം തന്നതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. It is a privilege for me to be with all of you on the Zoom for 3 days and personally, physically these 2 days. കഴിഞ്ഞ 3 ദിവസം സൂമിലും അതുമാത്രമല്ല 2 ദിവസം ഇവിടെ ആയിരുന്നുകൊണ്ട് ദൈവവചനം പഠിക്കുവാനായിട്ട് കിട്ടിയ അവസരം ഒരു പദവിയായിട്ട് കണക്കാക്കുന്നു. And I thank the assembly and the responsible brethren in the assembly for making this possible. ഈ സഭയോടും സഭയിൽ ചുമതലപ്പെട്ടവരും ഇങ്ങനെ ക്രമീകരിച്ചതിനായിട്ട് നന്ദി കരയറ്റുന്നു. Now I have come to the last message in this series. ഈ സീരീസിലുള്ള അവസാനത്തെ സന്ദേശമാണ് പറയാൻ പോകുന്നത്. And I am very thankful for all the love and fellowship that I could enjoy here. ഇവിടെ നിങ്ങളോടുള്ള സ്നേഹം കൂട്ടായ്മയൊക്കെ ആചരിപ്പാൻ ദൈവം ഇടയാക്കി, അതിന് നന്ദി കരയറ്റുന്നു. Before I came here, I thought that I would be a stranger to everybody. ഞാനൊരു അപരിചിതൻ ആയേക്കാമെന്നുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ കടന്നുപോയി ഇവിടെ വന്നപ്പോൾ. But after coming here and meeting you all, I understand that there are many who knows me and whom I know. ഇവിടെ കടന്നു വന്നപ്പോൾ എന്നെ അറിയുന്നവരും ഞാൻ അറിയുന്നവരും ഇവിടെ ഉണ്ട്, സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. So thank you very much for everything that you extended. നിങ്ങൾ ചെയ്ത സകല സഹായത്തിനുള്ള നന്ദി കരയറ്റുന്നു. God willing, tomorrow I'll be traveling to New Jersey. നാളെ ഞാൻ ന്യൂജേഴ്സിയിലേക്ക് കടന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. And after that there are other places also where I have to go. അതിനുശേഷം മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ടുണ്ട്. Till September 29th I will be around. ഞാൻ സെപ്റ്റംബർ 29 വരെ ഈ രാജ്യത്ത് കാണും. So you can kindly remember these ministries in your prayers. എൻ്റെ ശുശ്രൂഷ തുടർന്നുള്ള ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. And remember our ministry back in India also. ഇന്ത്യയിലുള്ള ശുശ്രൂഷയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. We don't have much time for this final session. അവസാനത്തെ സെഷനിൽ അധികം സമയമില്ല. And we have quite a lot of verses, remaining in chapter 8. 8-ാം അധ്യായത്തിൽ കുറച്ച് അധികം വാക്യങ്ങൾ ഇനിയുമുണ്ട്. But we will look at it together and we will conclude this series. നമുക്ക് ഒരുമിച്ച് ഈ കാര്യങ്ങൾ നോക്കി ഇത് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. We will read verses 31 to 39. 31 മുതൽ 39 വാക്യം വായിക്കുന്നു. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനുള്ളതിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമുക്ക് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. May the Lord add His blessings upon the reading of this verse. ഈ വായിച്ച ഭാഗത്തിന്റെ മേൽ ദൈവത്തിന്റെ ധാരാളമായ അനുഗ്രഹം വർഷിക്കുമാറാകട്ടെ. See, the title that I have given for this section is Christian Certainties. ക്രിസ്തീയ ചില ഉറപ്പല്ല നിശ്ചയമായിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഞാൻ പറയാനിരിക്കുന്ന തലക്കെട്ട്. And see how verse 31 begins. 31-ാമത്തെ വാക്യം നമുക്ക് ഇങ്ങനെ വായിക്കാം. What then shall we say to these things? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? See, after telling all these great things, Paul is asking you, what shall I tell more? ഈ കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം 31-ാമത്തെ വാക്യത്തിൽ പറയും, ഞാൻ ഇനി എന്താണ് പറയേണ്ടത്? That question itself shows that he is coming to a conclusion or is concluding the things that he has told before. നേരത്തെ പറഞ്ഞതിന്റെ സാരാംശം അല്ലെങ്കിൽ പറഞ്ഞു തീർത്തത് അവിടെ സംക്ഷിപ്തമായിട്ട് പറയാനായിട്ട് താൻ ആഗ്രഹിക്കുകയാണ്. This question, a similar question, occurs about 7 times in the book of Romans. റോമാലേഖനത്തിൽ ഇങ്ങനെയുള്ള ഈ ചോദ്യം 7 പ്രാവശ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Everywhere he is coming to a conclusion of
what he told before. താൻ നേരത്തെ പറഞ്ഞതിന്റെ അവസാനം താൻ അത് ക്രോഡീകരിച്ച് പറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് We കഴിയും. look at the divisions of the book of Romans. റോമാലേഖനം നാം വിഭജിച്ച് പഠിക്കുമ്പോൾ See, chapter 8 concludes the doctrinal section of the epistle. 8-ാം അധ്യായത്തിൽ ഉപദേശ വിഷയം അവിടെ പറഞ്ഞു തീർക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. 9, 10, 11 is about Israel. 9, 10, 11 ഇസ്രായേലിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 12 onwards is the practical. 12 മുതൽ നമുക്ക് പ്രായോഗികമായ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട കാര്യം പറഞ്ഞിരിക്കുന്നു. So the portion before us comes as a conclusion of that doctrinal section. ഉപദേശ വിഷയത്തിന്റെ അവസാനമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു നിർത്തുകയാണ്. This can be taken as a conclusion of chapter 8 or the first 8 chapters. ആദ്യത്തെ 8-ാമത്തെ അധ്യായത്തിന്റെ സംബന്ധിച്ച് അവസാനം ഈ കാര്യങ്ങൾ 8 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പറഞ്ഞു തീർക്കുകയാണ്. When you look at verses 31 to 35, 31 മുതൽ 35 വരെയുള്ള വാക്യം നാം നോക്കുമ്പോൾ there are 7 questions. 7 ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. What then shall we say to these things? ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? God is for us, who can be against us? ദൈവം നമുക്ക് വേണ്ടി പ്രതികൂലമെങ്കിൽ നമുക്ക് അനുകൂലമെങ്കിൽ ആർ പ്രതികൂലം നിൽക്കും? He who did not spare his own son but delivered him up for us all, how shall he not with him also freely give us all things? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി തന്നവൻ അവനോട് കൂടെ സകലതും നൽകാതിരിക്കുമോ? Who shall bring a charge against God's elect? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? Who is he who condemneth? ശിക്ഷ വിധിക്കുന്നവൻ ആർ? Verse 35, who shall separate us from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നവർ ആർ? You know, like that, about 7 questions you have in verses 31 to 35. 31 മുതൽ 35 വരെയുള്ള 7 ചോദ്യങ്ങൾ ഇവിടെ കാണുവാനായിട്ട് കഴിയും. And with these 7 questions, Paul is challenging the enemy. ഇവിടെ ശത്രുവിനോട് ഒരു വെല്ലുവിളി പൗലോസ് നടത്തുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. And when he is challenging the enemies, he is challenging the enemy from the, certainties, based upon the certainties that he has in his mind. തന്റെ മനസ്സിലുള്ള ചില നിശ്ചയമായിട്ട് നടക്കുന്ന കാര്യങ്ങൾ തന്റെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വെല്ലുവിളി നടത്തുന്നത്. And if you look at that passage, നാം ഈ ഭാഗം നോക്കുമ്പോൾ there are 4 certainties. 4 നിശ്ചയമായിട്ട് നടക്കുന്ന നിശ്ചിതമായിട്ട് നടക്കുന്ന കാര്യം പറഞ്ഞിരിക്കുന്നു. Number 1, ഒന്നാമത്തെ കാര്യം certainty of victory. വിജയം കൈവരിക്കുമെന്നുള്ളതിന്റെ ഉറപ്പ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. Number 2, രണ്ടാമത്തത് certainty of provisions. നമുക്ക് താൻ തരുന്ന നന്മകൾ, ഓരോ ദിവസം തരുന്ന നന്മകളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. Number 3, മൂന്നാമത്തെ കാര്യം certainty of justification. നീതീകരണത്തെ കുറിച്ച് ഉള്ള കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നു. Number 4, നാലാമത് certainty of love. സ്നേഹിക്കുന്നതിനെ കുറിച്ചുള്ള ഉറപ്പ് നമുക്ക് കാണുവാൻ കഴിയും. These are the 4 certainties that Paul has in his mind when he throws forth this 7 questions before the enemy. 7 ചോദ്യം ശത്രുവിനോട് ചോദിക്കുമ്പോൾ ഈ 4 കാര്യങ്ങളാണ് പൗലോസിന്റെ മനസ്സിലുള്ള നിശ്ചയമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് പറയുന്നത്. In the 15 or 16 minutes before us, we are going to ponder upon this 4 points. ഈ 4 കാര്യങ്ങൾ ഈ 15 മിനിറ്റ് കൊണ്ട് നമുക്ക് നോക്കാം. Notice the first one. ഒന്നാമത്തെ നമുക്ക് നോക്കാം. Certainty of victory. നാം വിജയം വരിക്കുമെന്നുള്ള നിശ്ചയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Verse 31. 31ാമത്തെ വാക്യം. If God is for us, who can be against us? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. We are in a warfare. നാം ഒരു യുദ്ധത്തിലായിരിക്കുന്നു. Not with human beings, നാം മനുഷ്യരോടുള്ള യുദ്ധമല്ല, but with principalities and powers. നാം വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. Our enemy is Satan himself. നമ്മുടെ ശത്രു സാത്താൻ തന്നെയാണ്. Now Paul is telling, in this warfare we are going to be the victors. നാം ഈ യുദ്ധത്തിൽ നാം വിജയികളായി തീരും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. How is sure about that? എങ്ങനെയാണ് താൻ ഇത് ഉറപ്പിച്ച് പറയുന്നത്? God is for us. ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. This afternoon, as we are together, what a blessed thing it is to remember that that same God of Paul is our God too. ഇന്ന് ഉച്ചതിരിഞ്ഞ സമയത്ത് നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നമുക്കുണ്ട്. He is with us. ദൈവം നമ്മളോട് കൂടെ ഉണ്ട്.
He is a conqueror. താൻ വിജയം വരിക്കുന്നവനാണെന്ന് നമുക്ക് കാണുവാനായിട്ട് And we are super conquerors with him. നാം അവനോട് കൂടെ ചില കാര്യങ്ങൾ നാം കൈവരിക്കും, അതിന് യാതൊരു സംശയമില്ല. When we come to the book of Psalms, നമുക്ക് സങ്കീർത്തനങ്ങളിലേക്ക് കടന്നു പോകാം. there we see the psalmist also expressing the same certainty. ഇവിടെ സങ്കീർത്തനകാരനും ഈ നിശ്ചയത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Look at Psalm 46, 46-ാമത്തെ സങ്കീർത്തനം, verse 7. 7-ാമത്തെ വാക്യം. The Lord of hosts is with us. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. Look at verse 11. 11-ാമത്തെ വാക്യം. The Lord of hosts is with us. സൈന്യങ്ങളുടെ യഹോവ നമ്മോട് കൂടെ ഉണ്ട്. Come to Psalm 54. 54-ാമത്തെ സങ്കീർത്തനം. Look at verse 4. 4-ാമത്തെ വാക്യം. Behold, God is mine helper. ഇതാ ദൈവം എന്റെ സഹായകനാകുന്നു. Come to Psalm 56. 56-ാം സങ്കീർത്തനം. Verse 9. 9-ാമത്തെ വാക്യം. The last portion. അവസാനത്തെ വാക്യം. This I know, for God is for me. ദൈവം എനിക്ക് അനുകൂലമെന്ന് ഞാൻ അറിയുന്നു. The same truth that Paul is also. അതേ സത്യം തന്നെയാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. God is for us, who can be against us? ദൈവം അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. Satan cannot win over us. സാത്താന് വിജയം കൈവരിക്കാൻ സാധ്യമല്ല. We are on the winner's side. നാം വിജയികളുടെ കൂട്ടത്തിലായിരിക്കുന്നു. We are in a winning team. നാം ജയിക്കുന്ന കൂട്ടത്തിലാണ്. Think about, two teams playing one against another. രണ്ട് ടീം ഒരു കളി കളിക്കുന്നെന്ന് വിചാരിക്കുക. Say, suppose it's football. ഫുട്ബോൾ ആകട്ടെ. And you are watching it. നിങ്ങൾ അത് കാണുകയാണ്. And you see Messi in one team. ഒരു ടീമിൽ മെസ്സി കളിക്കുന്നു. Now if you look at it, you say, yeah, if Messi is here, then they are going to what? Win, isn't it? മെസ്സി അവരോട് കൂടെ ഉണ്ട്, ഈ കളി അവർ ജയിക്കുമെന്ന് പറയുന്നു. Yeah, they are going to win. അവര് ജയിക്കും. Now it's the same idea over here also. അത് ഇവിടെയും ആശയം തന്നെയാണ് പറയുന്നത്. The Lord is for us. ദൈവം നമ്മോട് കൂടെ ഉണ്ട്. Then the victory is. നമുക്ക് വിജയം സുനിശ്ചിതമാണ്. Certainty of victory. നമുക്ക് വിജയത്തിന്റെ നിശ്ചയം നമുക്ക് അവിടെ കാണുവാനായിട്ട് When we കഴിയും. come to Numbers chapter 13, സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടന്നു we വരുമ്പോൾ see Moses sending the 12 to spy out the land. അവിടെ മോശ 12 പേരെ ഒറ്റുനോക്കുവാനായിട്ട് വിടുന്നതായിട്ട് കാണുവാൻ കഴിയും. Sent from wilderness of Paran. അവിടെ പാരാൻ മരുഭൂമിയിലേക്ക് വിടുന്നതായിട്ട് കാണുവാൻ കഴിയും. And we know that 12 came with 2 reports. രണ്ട് വിവരണമായിട്ട് അവര് കടന്നു വരുന്നതായിട്ട് കാണുവാൻ കഴിയും. 10 gave one report, 2 gave different reports. 10 പേര് ഒരു റിപ്പോർട്ട് തന്നു, അതിന് 2 പേര് വ്യത്യസ്തമായിട്ട് ഒരു റിപ്പോർട്ട് തരുന്നതായിട്ട് The 10 said, we are not going to get the land. 10 പേര് പറയുന്നത് നമുക്ക് ആ സ്ഥലം ലഭിക്കുകയില്ല എന്ന് പറയുന്നു. The people there are giants. അവിടെ ഉള്ളവര് അജാന ബാഹുക്കളാണെന്ന് പറയുന്നു. There are big walls around that city. ചുറ്റുമുള്ള പട്ടണത്തില് മതിലുകൾ ഉണ്ടെന്ന് പറഞ്ഞു. We are like grasshoppers in their sight. നമ്മള് വെട്ടുകിളിയെ പോലെ ആയിരിക്കുന്നു എന്ന് പറഞ്ഞു. Do you think that we are going to get it? നമുക്കത് ലഭിക്കുമെന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ? They will consume us. അവര് നമ്മളെ വിഴുങ്ങി കളയുമെന്ന് പറയുന്നു. Means we are gone. നാം എന്നേക്കുമായി കടന്നു പോകും. But the 2 came and said, എന്നാൽ 2 പേര് കടന്നു വന്നത് പറഞ്ഞത്, true that giants are living there. അവിടെ മല്ലന്മാരുണ്ടെന്നുള്ള സത്യമാണ്. Walls are there, it's also true. മതിലുണ്ട്, അതും സത്യമാണ്. But if God is on our side, we don't have to fear. ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് അവർ പറഞ്ഞു. God will fight for us and give us the land. ദൈവം നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, ആ സ്ഥലം നമുക്ക് തരും എന്ന് പറഞ്ഞു. That is what happened in history. അതാണ് അവിടെ ക്രിസ്ത്യ ജീവിതത്തിൽ സംഭവിക്കുന്നത്. God gave the land to them. ദൈവം അവർക്ക് ആ സ്ഥലം കൊടുത്തു. God gave the victory over the enemies. ദൈവം ശത്രുക്കളുടെ മുമ്പാകെ അവർക്ക് വിജയം കൈവരിച്ചു. Yeah, brothers and sisters, well, we have this Lord to give us victory each day of our life. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും ദൈവം വിജയം കൈവരിക്കുവാനായിട്ട് നമ്മോട് കൂടെയുണ്ട്. As we saw in almost all the classes, നാം എല്ലാ ക്ലാസ്സുകളിലും ഇങ്ങനെയാണ് കണ്ടത്. we have problems, we have suffering. നമുക്ക് കഷ്ടതയുണ്ട്, നമുക്ക് പ്രശ്നങ്ങളുണ്ട്. Warfare is there. അവിടെ യുദ്ധം നമുക്ക് ഉണ്ട്. We have to fight, we have to battle quite a lot. നാം യുദ്ധം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് കാണുവാൻ കഴിയും. But we have Lord on our side. എന്നാൽ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. He is a victor. താൻ വിജയ ശ്രീലാലിതനാണ്. And he is the captain of the army. താൻ ഈ യുദ്ധത്തിന്റെ ഭടന്റെ നേതാവാണ്. We can challenge the enemy and say, who can be against us? നമുക്ക് ശത്രുവിനോട് വെല്ലുവിളിച്ചുകൊണ്ട് പറയാം, നമുക്ക് എതിര് ആര് നിൽക്കും? But to tell that, we have to look at the problems through his eyes. നാം ഇത് കാണണമെങ്കിൽ അവന്റെ കണ്ണുകൾ കൂടെ ഈ കാര്യങ്ങൾ കാണണം. Moving forward, നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ the second certainty, രണ്ടാമത്തെ നിശ്ചയം ഇതാണ്. verse 32. 32-ാമത്തെ വാക്യം. He who did not spare his own son, but delivered him up for us all, how shall he not with him also
freely give us all things. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? He gave us his son. അവൻ തന്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്നു. Is there anything greater than that? അതിൽ കൂടുതൽ എന്തെങ്കിലും മെച്ചമായിട്ട് നമുക്ക് തരുവാനുണ്ടോ? No, the greatest gift he was given. ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് നമുക്ക് തന്നത്. If he has given us his son, താൻ തന്റെ പുത്രനെ തന്നെ തന്നെങ്കിൽ then we don't have to doubt about any other thing. മറ്റുള്ള കാര്യത്തെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതായിട്ടില്ല. All our necessities in our daily life or for our future, for our children, whatever, he is going to provide us with. നമ്മുടെ ഭാവി കാര്യങ്ങളെക്കുറിച്ചും കുഞ്ഞുങ്ങളെക്കുറിച്ചും ഉള്ള സകല കാര്യങ്ങളും അവൻ തരാതിരിക്കുമോ? I want you to have your attention turned to Genesis chapter 22. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് തിരിയാം. I know that we are all familiar with Genesis 22. 22-ാം അധ്യായം നമുക്ക് വളരെ സുപരിചിതമാണ്. God testing Abraham. അബ്രഹാമിനെ ദൈവം പരീക്ഷിക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. Asked him to give up his son, offer his son. തന്റെ മകനെ യാഗമായി കഴിക്കുവാനായിട്ട് അവിടെ പറയുകയാണ്. Without question he goes to Mount Moriah. താൻ ചോദ്യമൊന്നും ചോദിക്കാതെ മോറിയ മലയിലേക്ക് കടന്നു പോകുന്നു. And we know what happened. അവിടെ എന്ത് സംഭവിച്ചു നമുക്ക് കാണുവാൻ കഴിയും. God intervened and that sacrifice did not happen. ദൈവം ഇടപെട്ടതിനു ശേഷം ആ യാഗം നടന്നില്ല. Another animal was sacrificed there. അവിടെ ഒരു മൃഗത്തെ അവിടെ യാഗം കഴിച്ചു. After the episode we see God coming and meeting Abraham. ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ദൈവം എബ്രഹാമിനെ അവിടെ എതിരേൽക്കുന്നു കാണുവാൻ കഴിയും. Look at verse 12. 12-ാമത്തെ വാക്യം വായിക്കാം. The second portion. രണ്ടാമത്തെ ഭാഗം. For now I know that thou fearest God, seeing thou hast not withheld thy son, thine only son from me. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. See, Abraham gave his son for God. തന്റെ മകനെ ദൈവത്തിന് വേണ്ടി താൻ അവിടെ കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. God asked him without any question, he gave him up. ഒരു ചോദ്യവും ചോദിക്കാതെ താൻ അവിടെ കൊടുക്കുന്നു. Now God is coming and telling, ദൈവം മടങ്ങി വന്നതിന് ശേഷം ഇങ്ങനെ പറയുന്നു, you gave your son for me. നീ നിന്റെ മകനെ എനിക്ക് വേണ്ടി തന്നു. You had no problem for giving that. അതിന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. Now I know that you fear me. നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. Means I know that you love me. നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. I know that experientially now. ഞാൻ പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലായി നീ എന്നെ സ്നേഹിക്കുന്നു. That means I know that you will give yourself for me. നീ നിന്നെ തന്നെ എനിക്ക് തരുമെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. Because you gave for me your son. നിന്റെ മകനെ തന്നതുകൊണ്ട് അതെനിക്ക് മനസ്സിലായി. Now Paul is taking that same measure, same standard and measuring God. അതേ നിലവാരത്തിൽ തന്നെ ദൈവത്തെ പൗലോസ് അളക്കുന്നതായിട്ട് കാണുവാൻ കഴിയും. You gave your son for us. നീ നിന്റെ മകനെ തന്നെ എനിക്ക് വേണ്ടി തന്നു. That assures that you will give us everything. അത് തന്നത് മുഖാന്തരം എനിക്ക് മനസ്സിലായി നീ സകലതും എനിക്ക് തരും എന്നുള്ള കാര്യം. The certainty of provisions. ഇവിടെ നിശ്ചയമായിട്ട് നമുക്ക് നൽകുന്ന കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. Just think about the needs that we have for our everyday life. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസമുള്ള ആവശ്യം നമുക്കറിയാം. Think about the prayers we make, what all things we ask, isn't it? നാം പ്രാർത്ഥിക്കുന്നു, നമുക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നുണ്ട്. For the future, for children, lot of things we say. നമ്മുടെ ഭാവിയെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ച് നാം പ്രാർത്ഥിക്കുന്നു. Those needs have no comparison with the son, you see. നാം ഈ ആവശ്യങ്ങൾ നമ്മുടെ തന്റെ മകനെ തന്ന് അത് തട്ടിച്ച് നോക്കുമ്പോൾ ഒന്നുമില്ല. Think about his son. Well, these things are nothing. തന്റെ മകനെ നാം ഓർത്തു നോക്കുമ്പോൾ ഈ ആവശ്യങ്ങളൊക്കെ തുച്ഛമാണെന്ന് കാണുവാൻ കഴിയും. He gave us his son. താൻ തന്റെ മകനെ തന്നെ നമുക്ക് തന്നു. You don't have to doubt about anything. മറ്റുള്ള കാര്യത്തിൽ നിനക്ക് യാതൊരു സംശയവും വേണ്ട. Certainty of victory. ഇവിടെ വിജയത്തിന്റെ നിശ്ചയം നമുക്ക് കാണുവാൻ കഴിയും. Certainty of provision. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ ഉള്ള നിശ്ചയം നമുക്ക് കാണുവാൻ കഴിയും. Number 3. മൂന്നാമത്തെ കാര്യം Certainty of justification. നമുക്ക് നമ്മളെ നീതീകരണത്തെ കുറിച്ചുള്ള നമ്മുടെ ഉറപ്പ് അവിടെ കാണുവാനായിട്ട് കഴിയും. Verses 33 and 34. 33 34. Who shall bring a charge against God's elect? It is God who justifies. Who is he who condemns? It is Christ who died, and furthermore he is also risen, who is even at the right hand of God, who also makes intercession for us. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു.
It is God who justifies. ദൈവമാണ് നമ്മളെ നീതീകരിക്കുന്നത്. It's in the present tense. ഇത് പ്രസന്റ് ടെൻസ് അല്ല, ഇപ്പോഴത്തെ ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. In verse 30, we saw in the past tense. 30-ാം വാക്യത്തിൽ ഭൂതകാലത്തെ ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. We are justified. നാം നീതീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നു. Justified from all charges against us. നമുക്കെതിരായിട്ടുള്ള സകല കുറ്റത്തിന് എതിരായി നമ്മളെ നീതീകരിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. That is the justification we received at the time of our salvation. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ലഭിച്ചതാണ് ആ നീതീകരണം. Heaven declared that we are righteous. സ്വർഗം പറയുന്നു നമ്മൾ നീതിമാന്മാരാണെന്നുള്ള കാര്യം. That's in the past tense. അത് ഭാവി കാല ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്, ഭൂതകാലത്തില്. It happened. അത് കഴിഞ്ഞു. Now this is in the present tense. ഇത് ഇപ്പോൾ നടക്കുന്ന കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. It is God who justifies. ദൈവമാണ് നമ്മളെ നീതീകരിക്കുന്നത്. And before that he is asking this question, who shall bring a charge against God's elect? ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം വിധിക്കുമെന്ന് അവിടെ കാണുന്നു. I hope you know that there is in the presence of God in heaven a person waiting to bring charge against you and I. ദൈവത്തിന്റെ മുമ്പാകെ എപ്പോഴും നമ്മളെ കുറ്റം വിധിക്കുന്ന ഒരാൾ എപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ ഉണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. In Revelation 12:10 we have him. നാം വെളിപ്പാട് പുസ്തകം 12:10 അത് കാണുന്നു. An adversary standing there to bring charge against us. നമ്മുടെ എതിരാളി എപ്പോഴും നമ്മളെ കുറ്റം വിധിക്കുന്ന ഒരാൾ അവിടെ ഉണ്ട്. You know, when we do some wrong, he is there to announce it. നാം എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവിടെ പോയി അനൗൺസ് ചെയ്യുന്ന ചുമതലയാണ് സാത്താന് അവിടെ ഉള്ളത്. Sometimes about our some weakness, some wrong that we do, we think that, you know, that's secret. നാം രഹസ്യമായിട്ട് ചില പാപങ്ങൾ നാം ചെയ്യുന്നുണ്ട്. We call some sins as secret sins. ചില രഹസ്യ പാപങ്ങൾ നാം ചെയ്യാറുണ്ട്. Nobody knows that, we think. ആ കാര്യം ആർക്കും അറിയത്തില്ല. Only I know that. എനിക്ക് മാത്രം അത് അറിയാം. But let me tell you one thing. എന്നാൽ ഞാൻ ഒരു കാര്യം ഇങ്ങനെ പറയട്ടെ. There are no sins like secret sins. രഹസ്യ പാപം എന്ന അങ്ങനെ ഒരു രഹസ്യം ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. Everything is public. എല്ലാം പരസ്യമായിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയും. Because there is somebody to publish there. അവിടെ പോയി പറയാൻ ഒരാൾ അവിടെ ഉണ്ട്. When I tell some lie, ഞാനൊരു കള്ളം പറയുമ്പോൾ there he will go to God and say, you are telling that he is your child. നീ പറയുകയാണ് നിന്റെ മകനാണ് നീ പറയുന്നു. See, my nature is there. എന്റെ സ്വഭാവം അവന്റെ പക്കലുണ്ട്. I am a liar and he is lying now. ഞാനൊരു കള്ളനാണ്, അവനും അവിടെ കള്ളം പറയുകയാണ്. Like that, if something happens in our life, he is there to announce it. നാം എന്തെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ അവിടെ പോയി പബ്ലിഷ് ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ട്. So Father knows that. പിതാവിനത് അറിയാം. Angels knows that. ദൂതന്മാർക്ക് അറിയാം. Lord knows that. ദൈവത്തിന് അറിയാം. Probably the saints there know that. വിശുദ്ധന്മാർക്ക് അവിടെ അറിയാം. That's why I said there are no secret sins. Everything is public. നാം രഹസ്യമായിട്ട് ഒരു പാപം ചെയ്തില്ല, സകലവും പരസ്യമായിരിക്കുന്നു. Why is he publishing like that? എന്തുകൊണ്ട് അവിടെ പോയി പ്രസിദ്ധീകരിക്കുന്നു? Maybe he is telling that he belongs to me. അവൻ എന്റെ വകയാണെന്ന് കാണിക്കാൻ വേണ്ടി ആയിരിക്കാം. Just think of it. When we sin, he tries to claim us, for himself. നാം ഇങ്ങനെയുള്ള പാപങ്ങൾ ചെയ്യുമ്പോൾ സാത്താൻ നമ്മളെ നമ്മുടെ സാത്താന്റെ വകയാണ് നമ്മളെന്ന് താൻ അവിടെ പറയുകയാണ്. How much careful we ought to be. നാം എത്ര ശ്രദ്ധ ഉള്ളവരാണ്. We ought to be very careful. നാം വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കണം. But what Paul says is, when that thing happens, there is somebody to justify it. നാം അവിടെ ഈ കാര്യം അവിടെ നമ്മളെ കുറ്റം വിധിക്കുമ്പോൾ ഒരാൾ നമ്മളെ നീതീകരിക്കുവാനായിട്ട് അവിടെ ഉണ്ട്. We have a ready adversary there in heaven. ഒരു ശത്രു അവിടെ സ്വർഗ്ഗത്തിൽ തന്നെ ഉണ്ട്. At the same time, we have a ready advocate also. അത് മാത്രമല്ല, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തി കൂടെ അവിടെ ഉണ്ട്. A ready adversary and a ready advocate. അവിടെ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു ശത്രുവുണ്ട്, റെഡിയായിട്ട് നിൽക്കുന്ന ഒരു പക്ഷപാതം ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. The Lord comes and pleads for us. ദൈവം നമുക്ക് വേണ്ടി യാചിക്കുകയാണ്. We have the mention of the death and the resurrection and the glorification of the Lord Jesus Christ and all that there in verses 33 and 34. 34 അവിടെ മരണവും ഉയർത്തെഴുന്നേൽപ്പും അങ്ങനെയുള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ സകലവും അവിടെ ഉണ്ട്. That means in our failures, when we fall, when we fail, the Lord is there
as an advocate for us. നാം എപ്പോഴും പാപത്തിൽ കടന്നു വീഴുമ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന യേശുക്രിസ്തു അവിടെ ഉണ്ട്. Based upon the work that he accomplished on the cross of Calvary, he finds solution for our problem. നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമായിട്ട് യേശുക്രിസ്തു മരിച്ചത് മുഖാന്തരം സകല കാര്യത്തിനും അതിനൊരു തീർപ്പ് അവിടെ ഉണ്ട്. That doesn't mean that we can live anyhow. നാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്നല്ല അതിന്റെ അർത്ഥം. If I sin, he cleanses it, he finds solution there. നാം പാപം ചെയ്താൽ ദൈവം നമ്മളെ ശുദ്ധീകരിക്കും. So I can live anyhow. ഞാൻ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്നാണ്. I can sin, I have no problem. ഞാൻ പാപം ചെയ്യുന്നു, ഒരു കുഴപ്പമില്ല. That's not the idea we should get when we consider this. ഇത് വായിക്കുമ്പോൾ അങ്ങനെയുള്ള ആശയം നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല. Just think about a little child. ഒരു കുഞ്ഞിനെ കുറിച്ച് നമുക്ക് നോക്കാം. He goes to the ground. താൻ കളിക്കുവാനായിട്ട് ഗ്രൗണ്ടിൽ പോകുന്നു. Dirty is his dress. ഡ്രസ് എല്ലാം അഴുക്കായി. And he comes home. താൻ മടങ്ങി വരുന്നു. Mother scolds him. അമ്മ ശകാരിക്കുന്നു. And takes him to the washroom. അവിടെ കുളിക്കുവാനായിട്ട് പോകുന്നു. And gives him a good bath. നല്ല ഒരു കുളിക്കാൻ സഹായിക്കുന്നു. Next day also he goes to the ground. അടുത്ത ദിവസവും താൻ ഗ്രൗണ്ടിൽ പോയി കളിക്കുന്നു. Comes in the same manner. അതുപോലെ കടന്നു വരുന്നു. Mother does the same thing. അമ്മ അതുപോലെ കുളിപ്പിക്കുന്നു. Gives him a good wash. നല്ലപോലെ വൃത്തിയാക്കുന്നു. Now from this what should the child understand? എന്താണ് കുഞ്ഞ് മനസ്സിലാക്കേണ്ടത്? My mother likes to wash me. അമ്മ എന്നെ ശുദ്ധീകരിക്കാൻ തനിക്ക് ഇഷ്ടമാണെന്നുള്ള So കാര്യമാണ്. every day I should go to the ground and come dirty. ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി കളിച്ച് അശുദ്ധി തീർന്നതിന് ശേഷം കടന്നു വരണം. Is that what the child should understand? അതാണോ കുഞ്ഞ് മനസ്സിലാക്കേണ്ടത്? No, not at all. അങ്ങനെയല്ല. My mother doesn't like even a bit of dirt on my body. എന്റെ ശരീരത്ത് ഒരു അഴുക്കും പറ്റുവാൻ അമ്മയ്ക്ക് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല. That's why she is doing this. അതുകൊണ്ടാണ് താൻ അങ്ങനെ ചെയ്യുന്നത്. So I should keep myself clean. അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ശുദ്ധിയായി സൂക്ഷിക്കണം. So the Lord is there to cleanse us, no doubt. അവിടെ കർത്താവ് എപ്പോഴും നമ്മളെ ശുദ്ധീകരിക്കുവാനായിട്ടുണ്ട്. As an advocate, he intercedes for us. നമുക്ക് വേണ്ടി താൻ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. It doesn't mean that we can live anyhow. നാം എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമെന്നുള്ള അല്ല അതിന്റെ അർത്ഥം. He hates sin in our life. താൻ പാപത്തെ വെറുക്കുന്നു. He likes us to live and progress in the path of holiness. നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിച്ച് വിശുദ്ധിയിലേക്ക് നാം ജീവിക്കേണ്ടതാണ്. So we should give priority to holiness in our life. നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി നാം പാലിക്കണം. അത് ഏറ്റവും മുൻഗണനയായിട്ട് നാം കരുതണം. Oh yes, from this what we get is the certainty of justification. നമുക്ക് നീതീകരണത്തെ കുറിച്ചുള്ള നിശ്ചയം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. He justifies. താൻ നമ്മളെ നീതീകരിക്കുന്നു. Lastly, അവസാനമായിട്ട് certainty of love. നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ ഉറപ്പ് നമുക്ക് നിശ്ചയം നമുക്ക് കാണുവാനായിട്ട് കഴിയും. From verses 35 to 39, that is what we see. 35 മുതൽ 39 വാക്യത്തിൽ അതാണ് കാണുവാൻ കഴിയുന്നത്. In that portion you have that word love occurring 3 times. 3 പ്രാവശ്യം സ്നേഹം എന്ന വാക്ക് അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. Who shall separate us from the love of Christ? ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മെ ആർ വേർപിരിക്കും? Then in verse 37 also, yet in all these things we are more than conquerors through him who loved us. നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ വിജയം പ്രാപിക്കുന്നു. The last portion in verse 39 also, nothing shall be able to separate us from the love of God which is in Christ Jesus our Lord. യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. Here we have the certainty of love. നാം സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ നിശ്ചയം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. He loves us. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. Satan brings lot of things in our life to separate us from the Lord Jesus Christ. സാത്താൻ അനേക കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ആ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് താൻ ശ്രമിക്കുകയാണ്. What all he brings? എന്തൊക്കെയാണ് താൻ കൊണ്ടുവരുന്നത്? Look at the second portion of verse 35. 35ന്റെ രണ്ടാമത്തെ ഭാഗം നമുക്ക് നോക്കാം. Tribulation, കഷ്ടത, distress, സങ്കടം കൊണ്ടുവരുന്നു. persecution, ഉപദ്രവം കൊണ്ടുവരുന്നു. famine, പട്ടിണി കൊണ്ടുവരുന്നു. nakedness, നഗ്നത കൊണ്ടുവരുന്നു. peril, ആപത്ത്, sword. വാള്. How many? എത്ര എണ്ണം ഉണ്ട്? 6, 7, 7. You didn't count, is it? When preachers ask how many, always answer 7. You will get the right answer. 7 ശരിയായിട്ടുള്ള ഉത്തരം. You have 7 items there. 7 കാര്യങ്ങൾ അവിടെ ഉണ്ട്. What is the last one? അവസാനത്തെ എന്താണ്? Sword. വാള്. Means? എന്താണ് അതിന്റെ അർത്ഥം? Death. മരണം. He cannot do beyond that. അതിലപ്പുറമായിട്ടൊന്നും ചെയ്യുവാനായിട്ടില്ല. That's the last thing that he can bring. അവസാനത്തെ കാര്യം താൻ മരണമാണ്. അവിടെ അതിന് ഉപരിയായിട്ടൊന്നും ചെയ്യാനായിട്ടില്ല.
Now come to verse 38. 38ാമത്തെ വാക്യത്തിലേക്ക് കടന്നു For വരാം. I am persuaded that neither death nor life. മരണത്തിനോ ജീവനോ എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Then there is a list given there. അതിനുശേഷം ഒരു ലിസ്റ്റ് അവിടെ കൊടുക്കുന്നതായിട്ട് കാണാം. Yeah, this list starts with death. അവിടെ മരണം ആണ് അവിടെ തുടക്കം. In the 7, the list of 7, the weapons of enemy, the death was the last one. അവിടെ ശത്രുവിന്റെ 7 ഉപകരണം, അതിൽ വാളാണ്, മരണമാണ് ഏറ്റവും അവസാനമായിട്ടുള്ളത്. Death is the strongest, the fiercest weapon that he has. അവിടെയുള്ള വെപ്പണിലെ ഏറ്റവും മരണകരമായിട്ടുള്ള കാര്യം അവിടെ മരണമാണെന്ന് കാണുവാൻ കഴിയും. But in the list in verse 38, എന്നാൽ 38 ലിസ്റ്റ് അവിടെ തുടങ്ങുമ്പോൾ the list begins with death. അവിടെ തുടങ്ങുന്നത് തന്നെ മരണത്തിലാണ്. If death is the fiercest one for the enemy, മരണമാണ് ഏറ്റവും ശത്രുവിന്റെ ഉന്നതമായിട്ടിരിക്കുന്നത്. it is the least for a believer. എന്നാൽ അത് ഏറ്റവും ചെറുതാണ് നമ്മുടെ വിശ്വാസിയുടെ ജീവിതത്തിൽ. Because for us death takes us into eternity, into the very presence of the Lord. മരണം കഴിഞ്ഞാൽ നാം നിത്യതയിലേക്ക് കടന്നു പോവുകയാണ്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു പോവുകയാണ്. And at last he is telling, nothing shall be able to separate us from ഒന്നിനും നമ്മളെ ദൈവത്തെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. Dear brothers and sisters, this afternoon as we are coming to the conclusion of this episode, this chapter, ഈ അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, let us be sure about that love that he has for us. ദൈവത്തിന്റെ സ്നേഹത്തിൽ നിശ്ചയത്തെ കുറിച്ച് നാം അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. Nothing can take away that love from us. ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മളെ വേർപിരിക്കുവാനായിട്ട് കഴിയുകയില്ല. He loves us. അവൻ നമ്മളെ സ്നേഹിക്കുന്നു. Eternally he shall love us. നമ്മളെ നിത്യത വരെ നിത്യതയോളം താൻ നമ്മളെ സ്നേഹിക്കുന്നു. Satan may bring many doubts in our life. സാത്താൻ നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ കൊണ്ടുവരും. But get back to this passage. നാം ഈ ഭാഗം വായിക്കുമ്പോൾ remember these truths. നാം ഈ സത്യങ്ങൾ മനസ്സിലാക്കണം. And be sure that his love is permanent for us. നമ്മുടെ തന്റെ സ്നേഹം നിത്യമാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. When there are difficulties in life, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് വന്നേക്കാം, maybe sickness, രോഗം വന്നേക്കാം, maybe death, എന്നാൽ മരണം വന്നേക്കാം, maybe problems in job, നമ്മുടെ ജോലിയിലുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം, accommodation problems, താമസിക്കാനുള്ള സൗകര്യം, or any other things. എന്ത് കാര്യമായാലും തന്നെ, well, we should remember that his love is permanent upon you and I. എന്റെയും നിന്റെയും ജീവിതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം നിത്യമാണെന്നുള്ള കാര്യം നാം മറന്നുപോകരുത്. You just think about our Lord coming to Peter. കർത്താവായ യേശുക്രിസ്തു പത്രോസിന്റെ അരികെ വരുന്നതായിട്ട് കാണുവാൻ കഴിയും. Peter who denied him 3 times. കർത്താവിനെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞ പത്രോസിനെ കാണുവാൻ കഴിയും. He said, do you love me? നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നു. Just imagine the master coming and asking that to the disciple. അവിടെ ഗുരു വന്ന് ശിഷ്യനോട് ചോദിക്കുകയാണ്. It should have been the other way around, isn't it? മറിച്ചായിരുന്നത് ചോദിക്കേണ്ടിയിരുന്നത്. The disciples should have gone and asked the Lord like that. ശിഷ്യൻ പോയി ഗുരുവിനോട് ഇങ്ങനെ ചോദിക്കേണ്ടതായിരുന്നു. Lord, I denied you. ഞാൻ നിന്നെ 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. Do you still love me? നീ എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടോ? So if that was the case, it would have been logical, isn't it? അങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് അത് ബുദ്ധിപരമായിട്ട് ശരിയായിട്ട് തോന്നിയേനെ. That is not what we see there. അങ്ങനെയല്ല നാം അവിടെ കാണുന്നത്. The master comes and asks the disciple, do you love me? ഗുരു വന്ന് ശിഷ്യനോട് ചോദിക്കുകയാണ്, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? That's the love of our Lord Jesus. അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം. It never lets us go. നമ്മളെ അങ്ങനെ അവൻ പിടിവിടാതിരിക്കുകയില്ല. I hope you also sing that song, isn't it? Oh love that will not let me go. You sing it here? No? Okay. Never leaves us. അവൻ നമ്മളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. You are looking at the Christian certainties. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലുള്ള നിശ്ചയത്തെ കുറിച്ചാണ് നാം കണ്ടത്. First we saw the 7 questions. ആദ്യമേ നാം 7 ചോദ്യങ്ങൾ കണ്ടു. And then the 4 certainties. എന്നാൽ 4 നിശ്ചയത്തെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. Victory is certain. വിജയം സുനിശ്ചിതമാണ്. Provisions are certain. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന കാര്യത്തിൽ താൻ അത് നിശ്ചയമായിട്ട് നിവർത്തിക്കും. Justification is certain. നീതീകരണം നിശ്ചയമാണ്. His love is certain. തന്റെ സ്നേഹം നിശ്ചയമാണ്. Let us be grounded upon these certainties and live a confident life. നാം ഈ സത്യത്തിൽ നാം ഉറച്ചു നിന്ന് നമുക്ക് ധൈര്യത്തോടെ മുമ്പോട്ട് ജീവിക്കാം. We started with condemnation on Wednesday. Hope you remember that. നാം അവിടെ ശിക്ഷാവിധിയെ കുറിച്ചാണ് നാം ബുധനാഴ്ച കണ്ടത്. Just see what amazing thing it is. God worked in our life. From that condemnation, He brought us to confidence. ഇവിടെ ശിക്ഷാവിധിയിൽ നിന്ന് നമ്മളെ ധൈര്യത്തിലേക്ക് കൊണ്ടുവരുന്നതായിട്ട് കാണുവാൻ കഴിയും. These are not truths to teach and listen.
ഇത് പഠിപ്പിക്കുവാനും കേൾക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല. From our heart, some of these things should sink into our heart. നമ്മുടെ തലയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് അത് വരേണ്ടതാണ്. It should affect in our life. നമ്മുടെ ജീവിതത്തിൽ വ്യതിയാനം വരേണ്ടതാണ്. May the Lord help us that may happen in our lives. അങ്ങനെ സംഭവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. And let these truths encourage us to live a Christ-centered, God-honoring life. ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ച് കർത്താവിനെ ഹിതമാവണ്ണം ജീവിക്കുവാൻ ദൈവം ഇടയാക്കട്ടെ. I enjoyed sharing these truths with you. ഈ സത്യം നിങ്ങളോട് പറയുവാനായിട്ട് എനിക്ക് സന്തോഷമുണ്ട്. Thank you very much again for the opportunity you gave me to share this. ഈ കാര്യങ്ങളൊക്കെ പറയുവാനായിട്ട് ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. May God bless you as you think over these things. ദൈവം ഈ ദിവസങ്ങളിൽ നിങ്ങളെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ.